സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ പലർക്കും ഈ മോദി വിരോധം എന്ന് പറയുന്ന ഒരു മനോരോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതില് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്ന എനിക്ക് തന്നെയാണ്. ഞാൻ സ്ഥിരമായിട്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ ഈ സംഗതിയുടെ മെറിറ്റ് നോക്കാതെ തന്നെ പലപ്പോഴും ഇത് മോദി പറഞ്ഞതുകൊണ്ട് ഇന്ന് വിമർശിച്ചു കളയാം എന്ന് വരെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഒരു മനോരോഗമായിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഈ പറയുന്നതൊന്നും പലർക്കും, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നമ്മുടെ പ്രേക്ഷകർ ബഹുഭൂരിപക്ഷം മോദി വിരോധികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് സത്യസന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. ഇനി മുതൽ ഈ കണ്ണുമടച്ച് മോദി പറഞ്ഞത് കൊണ്ട് അങ്ങ് എതിർക്കും എന്നുള്ള ആ ഒരു ലൈനിൽ നിന്ന് മാറി, മോദി പറഞ്ഞത് ശരിയാണെങ്കിൽ അതിനെ ശരി എന്ന് പറയുക, മോദി പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനെ വിമർശിക്കുക എന്നുള്ളൊരു കൂടുതൽ റാഷണലായ, കൂടുതൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് ദഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ദയവ് നിങ്ങൾക്ക് എല്ലാവർക്കും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ട് സഹിച്ചിരിക്കണം എന്ന ഒരു താല്പര്യവുമില്ല. നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അപ്പോ ഈ മോദി വിരോധം എന്ന് പറയുന്ന ഒരു മനോരോഗമായി മാറിയത് കൊണ്ട് നരേന്ദ്രമോദി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പലർക്കും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ആളുകൾ സ്വർണം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണം, വിദേശ യാത്ര ഒഴിവാക്കണം, കഴിയുന്നതും നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ നരേന്ദ്രമോദി പറഞ്ഞു. ഞാൻ പല രീതിയിൽ ചിന്തിച്ചു നോക്കി, ഇത് മോദി പറഞ്ഞതിൽ എന്താണ് തകരാറ്? ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് മോദിയാണ് എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിൽ മൂപ്പരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും, അല്ലെങ്കിൽ മോദിയുടെ കുഴപ്പം കൊണ്ടാണ് ഈ പെട്രോൾ മുഴുവൻ തീർന്നു പോകുന്നത്, മോദിയുടെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു നേരിട്ട് ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മോദി എന്താണ് പറഞ്ഞത്, ഇതിനകത്ത് മോദിയുടെ തകരാറ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് സ്വർണ്ണമാണല്ലോ. അപ്പൊ ഇന്ത്യ, മലയാളി മാത്രമല്ല, ഇന്ത്യയിൽ പൊതുവെ സ്വർണ്ണ ഉപയോഗം കൂടുതലുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. പ്രധാനമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? സ്വർണത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, അമിതമായിട്ട് അനാവശ്യമായിട്ട് നിങ്ങളെ ആർഭാടം കാണിക്കാൻ വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്ന പരിപാടി അടുത്ത 1-2 വർഷത്തേക്ക് ഒന്ന് അവസാനിപ്പിക്കുക, ഇപ്പോഴത്തെ ക്രൈസിസ് അവസാനിക്കുന്നവരെ. പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ, ഫോറിൻ എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാലല്ലേ സ്വർണം വാങ്ങാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഈ ഇന്ത്യയിലെ ഡിമാൻഡ് സ്വർണത്തിന് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ സ്വർണം പുറത്തു വന്ന് വാങ്ങേണ്ടി വരും. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് അത്രയും ചെലവാക്കേണ്ടി വരും. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ചെലവാക്കാതെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതലായിട്ട് നമുക്ക് മിച്ചം പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണ വാങ്ങാനൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്യാവശ്യമായിട്ടുള്ള ഈ എണ്ണ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ സ്വർണം പോലെയുള്ള അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. പിന്നെ മറ്റൊരു കാര്യം, കൂടുതലായിട്ട് ഈ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അപ്പൊ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുണ്ടെങ്കിൽ 3 വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതിന് പകരം എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, ബസ്, അതുപോലെ തന്നെ ട്രെയിൻ പോലെയുള്ള സൗകര്യങ്ങൾ, അത് ഉപയോഗിക്കുക. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള വിമർശനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ്, ഇന്ത്യയിൽ ബസ്സുകളൊന്നും സമയത്ത് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പൊതു ഗതാഗതത്തിനുള്ള സൗകര്യങ്ങൾ വളരെ മോശമാണെന്നൊക്കെ ചിലർ പറയുന്നു. എങ്ങനെയുള്ള ആളുകളെ പറയുന്നത്? ഈ 1 മാസം മുമ്പ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് വരെ ഈ കേരളത്തിന്റെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്, ഏറ്റവും വികസിതമാണ്. ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ ഫോക്കസ് ചെയ്ത പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ പബ്ലിക് ട്രാൻസിറ്റിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഗണേഷ് കുമാർ അവിടെ മലമറിച്ചു എന്നൊക്കെ പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. ഇവിടെ എങ്ങനെ ഇവിടെ ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ വളരെ മോശമാണ്, കൃത്യസമയത്ത് വരില്ല, ഒന്നിനും സൗകര്യമില്ല, ആകെ ട്രാഫിക് ജാമാണ്. നോക്കൂ, രണ്ടുപേരും, പിണറായി വിജയൻ പറയുമ്പോൾ വളരെ ആഹ, നരേന്ദ്രമോദി പറയുമ്പോൾ ഓഹോ എന്ന് പറയുന്ന ഒരു ഇരട്ടതാപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പൊ പറഞ്ഞത് ഈ പെട്രോളിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇത് നിർദ്ദേശിച്ചത്. ഇനി വേറെന്താ? വർക്ക് ഫ്രം ഹോം സാധ്യതകളുള്ള കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, സ്കൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് ഓൺലൈൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്ര നടപ്പിലാക്കുക. അപ്പൊ അതിനുള്ള ഗുണം എന്താ? ഈ സ്കൂളാണെങ്കിൽ സ്കൂൾ ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് ധാരാളം പെട്രോൾ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഈ സ്കൂളിലെ സ്റ്റാഫിന് എത്താനായിട്ടുള്ള, അവർക്കും ഇന്ധനം വേണമല്ലോ എത്താനായിട്ട്. അതുപോലെ ഈ ജോലിക്കാർക്ക്, ഈ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക്, സ്കൂൾ മാത്രമല്ല ബാക്കിയുള്ള സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്കും യാത്ര ചെയ്യാനായിട്ട് ധാരാളം ഇന്ധനത്തിന്റെ ആവശ്യമുണ്ട്, ഗ്യാസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം ലാഭിക്കാൻ സാധിക്കും. സാധിക്കുന്നവർ കഴിയുന്നത്ര വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഈ ഓൺലൈൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുക. മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വെർച്വൽ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. സൂം പോലെയുള്ള പല ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ആളുകളുടെ കയ്യിലുണ്ട്, പല കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് ഉപയോഗിച്ച് ആളുകൾ മീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുക.
അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതുകൊണ്ട് നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാവുന്നതുകൊണ്ടല്ല. ഈ രാജ്യം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹമാണല്ലോ ഭരണാധികാരി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത്. ഇതൊന്നും മാൻഡറ്റോറി ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയാൽ നിങ്ങൾ ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ പിടിച്ചകത്തിടും എന്നൊന്നും അല്ല പറഞ്ഞത്. കഴിയുന്നത്ര ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ചെയ്യുന്ന. എല്ലാ രാജ്യത്തും ഇങ്ങനെയുള്ള ക്രൈസിസ് വരുമ്പോൾ ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി പറയുന്ന ആദ്യമായിട്ടാണ്, ഒരിക്കലുമല്ല. ഇതിനു മുമ്പ് എത്രയോ തവണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു. അതുപോലെ 1990കളുടെ അവസാനം ചന്ദ്രശേഖർ 90കളുടെ അവസാനമല്ല 80കളുടെ അവസാനം 89-90 കാലഘട്ടത്തിൽ എസ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അന്നും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത് അന്നും ഇതുപോലെയുള്ള പ്രധാനമന്ത്രിമാർ ഇങ്ങനെയുള്ള ആഹ്വാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ആരും വിമർശിച്ചിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി പറയുമ്പോൾ അത് വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഇത്രയും കാലം വിമർശിച്ചിരുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മാസം മുമ്പ് തന്നെ കേരളത്തിന്റെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ യാത്ര ചെയ്യാനുള്ള ഗതാഗത സൗകര്യങ്ങൾ, പബ്ലിക് ട്രാൻസിറ്റ്, ഇതെല്ലാം എത്ര മനോഹരമാണ്, എത്ര നന്നായിട്ടാണ് പിണറായി വിജയന്റെ 10 വർഷം കൊണ്ട് കേരളം ജപ്പാനെ പോലെ ആയി എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ അയ്യോ കേരളത്തിൽ ഈ സൗകര്യങ്ങളൊന്നുമില്ല, ആളുകൾക്ക് ബസ് കാത്തു നിൽക്കാൻ വയ്യ, ട്രെയിൻ കാത്തു നിൽക്കാൻ വയ്യ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്നാന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയത്തിന് മുകളിലായിട്ട് രാഷ്ട്രത്തിന്റെ നന്മ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നന്മ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇത് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങ് വിമർശിച്ച് കളയാന്ന് പറയുമ്പോൾ ഞാനിത് പലപ്പോഴും ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ നന്മ രാഷ്ട്രീയത്തിന് മുകളിൽ വയ്ക്കാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. രാഷ്ട്രീയ അന്ധത ബാധിച്ചു കഴിയുമ്പോൾ രാജ്യത്തിന്റെ നന്മയൊക്കെ പിന്നീട്, ആദ്യം നമുക്ക് ഈ നരേന്ദ്രമോദിയെ തെരുവിളിച്ച് കളയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് പലരും പോകുന്നു എന്നുള്ളതാണ്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന്റെ പേരിൽ തന്നെയാണ് പറയുന്നത്. ഇനി അത് പാടില്ല. രാജ്യത്തിന്റെ നന്മ തന്നെ മുന്നിലേക്ക് വെക്കണം. പലപ്പോഴും ഈ രാഷ്ട്രീയ അന്ധത കൊണ്ട് ഈ രാജ്യഹിതം തഴയപ്പെടുന്നു, പിന്തള്ളപ്പെടുന്നു എന്നൊരു ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി മുതൽ എന്റെ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ ആയിരിക്കും. മോദി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇനി എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുക, തെറി വിളിക്കുക എന്നുള്ള പരിപാടി അവസാനിപ്പിച്ചു. പ്രധാനം രാജ്യത്തിന്റെ നിലനിൽപ്പാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു വാർണിംഗ് സൈനാണ്. ഇപ്പോഴത്തെ ഈ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു വലിയ ക്രൈസിസിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയൊരു വാർണിംഗ് സൈനാണ്. ഇനിയും നിങ്ങൾ രാഷ്ട്രീയത്തെ അല്ല രാഷ്ട്രത്തെയാണ് മുന്നോട്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ മുകളിൽ നിർത്തേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല. അതിൽ നിന്ന് കണ്ണു തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പലർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെടാത്തവർക്ക്, ഈ രീതിയിലുള്ള സംസാരം ഇഷ്ടപ്പെടാത്തവരെ സംബന്ധിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ അൺഫോളോ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും കാലം എല്ലാവരും കോമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. പക്ഷേ ഇനി മുതൽ കോമന്റ്സ് വായിക്കുന്ന പരിപാടി ഞാൻ അവസാനിപ്പിക്കുക. കാരണം കോമന്റ്സ് തെറിയായിരിക്കും, വെറുതെ തെറി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എന്ന് പറഞ്ഞ് പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. താങ്ക് യു. ജയ് ഹിന്ദ്.